കൊച്ചിയിൽ എളങ്കുന്ന പുഴയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് കുടുംബം പെരുവഴിയിലായി. അമ്മയും അസുഖബാധിതനായ കുട്ടിയും 3 ദിവസമായി വീട്ടുവരാന്തയിലാണ് താമസം. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരെത്തി വീട് പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുന്നു. അബ്ദുൾ റഹീം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്ന് പലപ്പോഴായിട്ട് സർക്കാർ സംവിധാനങ്ങളും മറ്റ് പൊതുസമൂഹ സംഘടനകളുമൊക്കെ പലപ്പോഴായിട്ട് നിലപാടെടുക്കുകയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ 3 ദിവസമായിട്ട് ചെറിയ കുട്ടിയടക്കമുള്ള ആളുകൾ വീട്ടുവരാന്തയിൽ താമസിക്കുന്നു, ബാങ്കുകാർ ജപ്തി നടത്തി പോയി എന്ന് വെച്ചാൽ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണല്ലോ. എന്താ ഇപ്പോഴും സ്ഥിതി? ഇപ്പോഴും കുട്ടികൾ അല്ലെങ്കിൽ ഈ കുടുംബം വീട്ടിന് വെളിയിലാണോ? ആരും ഇടപെട്ടില്ലേ? സനീഷ്, ഇപ്പോഴും ഈ കുടുംബം പുറത്ത് തന്നെ, അതായത് വീടിന്റെ വരാന്തയിൽ തന്നെ കഴിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസമായി ഇതാണ് സ്ഥിതി. കാരണം ഇവർ ഒരു സ്വകാര്യ ബാങ്കിൽ നിന്നാണ് വായ്പ എടുത്തത്. 2018 എടുത്ത വായ്പയാണ്. ഈ ട്രീസ എന്ന് പറയുന്ന ചേച്ചിയും ചേച്ചിയുടെ മകളും അതോടൊപ്പം തന്നെ ആ ചേച്ചിയുടെ മകനും, ഇങ്ങനെ 3 പേരാണ് ഇവിടെ ഉള്ളത്. ഇവർ കഴിഞ്ഞ 3 ദിവസമായി വീടിന്റെ വരാന്തയിൽ തന്നെ കഴിയുന്നു എന്നുള്ളതാണ്. ഈ ബാങ്കിൽ നിന്ന് എടുത്ത വായ്പ ഇവർ കുറച്ച്, അതായത് മാസം ഏകദേശം 8,850 രൂപയോളമാണ് ഇവർ അടച്ചുകൊണ്ടിരുന്നത്. ഈ ഒരാൾ മാത്രം വീട്ടിൽ നിന്ന് ജോലിക്ക് പോവുകയും അതിന്റെ വീട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നത് ഒരാളുടെ മാത്രം ചെലവിലായിരുന്നു. പിന്നീടാണ് ഈ പറയുന്നത് പോലെ തീരെ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വരികയും അത് മുടങ്ങുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ വന്ന് ഈ ഒരു വീട് ജപ്തി ചെയ്തു പോവുകയാണ്. ചേച്ചി, എന്താ സംഭവിച്ചത്? എന്താണ് അവര് 2 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് 10-ാം തീയതി അവര് 3:30ക്കാണ് വന്ന് ഈ വക്കീലിൻ്റെ ഒക്കെ വന്നിട്ട് അവര് ഇത് സീൽ ചെയ്തത്. ഞാനുണ്ടായിരുന്നു. 2018 പകുതിയിലെടുത്താണ്. 19 തുടങ്ങിയാണ് ശരിക്കും അടച്ചു തുടങ്ങിയത്. 8,850 രൂപ വെച്ച്. അത് 24 ഫസ്റ്റോടെ ജനുവരി ഫെബ്രുവരി വരെ അടക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഇവന് ഈ മോന് കുറച്ച് അസുഖം വന്ന് ലിവറിന്റെ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് എനിക്ക് ജോലിക്കും പോകാൻ പറ്റാണ്ടായി. ഒത്തിരി പൈസയും ചിലവായി. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചൊക്കെയാണ് ഞാൻ കൊച്ചിനെ നോക്കി. അപ്പോൾ ലോൺ എനിക്ക് അടക്കാൻ പറ്റിയില്ല. ചേച്ചി മാത്രമാണോ ജോലിക്ക് പോകുന്നത്? ഞാൻ മാത്രമാണ് ജോലിക്ക് പോകുന്നത്. എനിക്ക് മാത്രമുള്ളൂ വരുമാനം. കിട്ടണ പൈസ കൂട്ടി വെച്ച് ചെലവും കഴിച്ച് കൊച്ചിനെ നോക്കിയാണ് ഞാൻ മുടങ്ങാതെ അടച്ച ലോണായിരുന്നു. പക്ഷെ ഇതിന്റെ അസുഖം വന്നതോടുകൂടെ എൻ്റെ എല്ലാം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ടായിപ്പോയി. ഞാനേ നോക്കാനുള്ളൂ. അപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ടായപ്പോ എനിക്ക് ലോൺ മുടങ്ങി, വരുമാനവും നിന്ന്, ആ ജോലിയും പോയി എൻ്റെ. ഇപ്പൊ ഞാൻ നിസാര പൈസക്ക് ഹോട്ടലിൽ പാത്രം കഴിയാണ് ഞാൻ ജീവിക്കണം. അതുകൊണ്ട് തന്നെ കൊച്ചിന് ആഴ്ചയിൽ മരുന്ന് മേടിക്കാൻ പോലും തികയണില്ല. എനിക്കും പ്രായമൊക്കെ 10-60 വയസ്സായി. അതുകൊണ്ട് എനിക്ക് ഒരു നിവൃത്തിയില്ല. പൈസ അടക്കാനോ പിടിക്കാനോ എടുക്കാനോ ഒന്നിനൊരു നിവൃത്തിയില്ല. ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും മനസ്സിൽ ഒന്ന് സഹായിച്ച് ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. സനീഷ്, ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയും ഇതുപോലെ തന്നെ ഈ അടവ് മുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ വാർത്ത കൊടുത്തിരുന്നതാണ്. ന്യൂസ് മലയാളം തന്നെ വാർത്ത കൊടുക്കുകയും അതിൽ എറണാകുളം MP ഇടപെടുകയും. റഹീമാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. റഹീം, നന്ദി അവരോട് സംസാരിച്ചതിന്. അവർ തന്നെ അതിനകത്ത് പറഞ്ഞത് കേട്ടുവല്ലോ. അതായത് അവർക്ക് തന്നെ 10-60 വയസ്സിലേറെ ഉണ്ട്. അവർ ഈ എടുത്ത പൈസ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് അസുഖം വന്നതോട് കൂടിയിട്ട് അത് നേരത്തെ നടത്തിയ പോലെ അടവ് കൃത്യമായിട്ട് അടക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങേയറ്റം ദുരിതമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഉള്ള ആളുകളുടെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ബാങ്കുകൾ ഇത്തരം നടപടികളിലേക്ക് പോകാവൂ എന്ന തരത്തിലുള്ള കോടതി നിർദ്ദേശങ്ങളടക്കം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ കോടതിയാൽ അങ്ങനെ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും അങ്ങനെ നമ്മുടെ പൊതുസമൂഹ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഇങ്ങനെ ആളുകളെ പുറത്തേക്കാക്കി വിടരുത്. ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ അത്തരം ഒരു നിയമനിർമ്മാണം തന്നെയും നടത്തിയിട്ടുണ്ട്. അതായത് ഈ വീട് എന്ന അവകാശം എന്ന മട്ടിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളിലൂടെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഈ കാര്യങ്ങൾ, ഈ വാർത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്ന നിലക്ക് ഓരോ ആളുകളും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അത് സംബന്ധിച്ച് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. ഇത് ഈ ഫയറിന് ശേഷം നമുക്ക് അക്കാര്യങ്ങൾ റഹീം ആ കാര്യത്തിൽ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക്